പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവേനെ വന്നിട്ട് ഒരു 5 മുഴം മുല്ലപ്പൂവ് ആ കടക്കാരിനോട് ചോദിക്കാനുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് കേട്ടോ നയനയും ആദർശും കൂടെ ദേവേനെ കാണുന്നത്. അപ്പോൾ നിന്ന് പരുങ്ങൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ചോദിക്കും, അമ്മ എന്താ എവിടെയെന്ന് ചോദിക്കട്ടോ. അപ്പോൾ ദേവേനെ പറയും, ദേഷ്യത്തിൽ എനിക്ക് ബാധ കയറിയിട്ട് ഞാൻ ഇറങ്ങി പോകുന്നതാണ്, എന്താണെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളൊരു സെക്കൻഡ് ഷോയ്ക്ക് ഇറങ്ങിയതാണ്, ഞങ്ങൾ ഉറങ്ങിയെന്ന് വിചാരിച്ച് നീ ഭാര്യനെയും കൊണ്ട് ഇറങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് പോയത് നീ അറിഞ്ഞിട്ടില്ല അല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ദേവയാനിയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ആ സമയത്ത് ജയനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും സെക്കൻഡ് ഷോ ഒക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ ആവാം, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തിനാ അതൊക്കെ നിഷേധിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്താണ് കേട്ടോ ജയൻ സംസാരിക്കുന്നത്. പിന്നീട് എന്തായാലും കടക്കാരി മുല്ലപ്പൂവൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്താണെങ്കിലും ആദർശ് പെട്ടെന്ന് തന്നെ പൈസ എടുത്ത് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, വേണ്ട, ഞാൻ വാങ്ങിച്ച മുല്ലപ്പൂവിന് പൈസ കൊടുക്കാൻ എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, അവനാണ് നമ്മുടെ കമ്പനിയുടെ MD, അവൻ്റെ കയ്യിൽ കാശ് വേണം, അവൻ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് അത് പറ്റുന്നില്ല കേട്ടോ. ജയേട്ടൻ തന്നെ കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ കൊടുത്തോളാം, നിങ്ങൾ വിട്ടോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണെങ്കിലും ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ബൈക്കിലാണോ വന്നതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ ബൈക്കിലാണ് വന്നതെന്ന് പറയുന്ന സമയത്ത് വീണ്ടും ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ തന്നെയല്ലേ, ഭർത്താവിനോട് ചേർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നയന പറയും, ആദർശേട്ടനാണ് ബൈക്കിൽ പോരാന്ന് പറഞ്ഞതെന്ന് പറയട്ടെ. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ നയനയാണൊന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞതെന്നൊക്കെ ആദ്യം ആദർശ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴാണ് പറഞ്ഞത്, ആദർശേട്ടനല്ലേ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ നയനയും പറയാണ് കേട്ടോ ആ സമയത്ത്. അപ്പോഴാണ് ജയൻ പറയുന്നത്, മോള് പറഞ്ഞാണ് സത്യം, ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് തുടക്കത്തിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബൈക്കിൻ്റെ അടുത്തെത്തുന്ന സമയത്താണെങ്കിലും ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനങ്ങനെ പറഞ്ഞ സമയത്ത് നീ എന്താ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നയനയോട്. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ സത്യം, പിന്നെ അമ്മേനെ പേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും കൊള്ളാം, എന്തായാലും ഭാര്യയും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കയറുന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ജയനും അതുപോലെ തന്നെ ദേവയാനിയും അവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഇപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ ഇങ്ങനെ ആഗ്രഹം തോന്നുന്ന പോലെ അവൾക്കും ഉണ്ടാവില്ല ആഗ്രഹം, നയനി അതുപോലെ ഒരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവർക്ക് മാത്രം എന്താ, അവൾ നിൻ്റെ മരുമകളല്ലേ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് ദേവയാനി നയനിയെ മരുമകളായിട്ട് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് എന്തായാലും നയനി ആദർശം കുറച്ചങ്ങ് മാറിയിട്ട് അവിടെ ബൈക്ക് നിർത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും ഈ ചടങ്ങും കൂടി ബാക്കി വയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നയനിയുടെ തലയിൽ. എന്തായാലും ഇപ്പോൾ എല്ലാവരും കണ്ടു, ഇനിയിപ്പോൾ ഇതായിട്ട് മാറ്റി വയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നയനയുടെ തലയിൽ മുല്ലപ്പൂ വയ്ക്കുന്ന സമയത്താണ് ജയനും അതുപോലെ തന്നെ ദേവയാനിയും കൂടി പൈസയൊക്കെ കൊടുത്തിട്ട് അതിലൂടെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ജയനാണെങ്കിലും ദേവയാനിക്ക് കാണിച്ചു കൊടുക്കും, നിന്റെ മകൻ കാണിക്കുന്നത് കണ്ടോ, പരിസര ബോധമില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ കാണുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര ദേഷ്യമാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയും, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, അവരിപ്പോൾ വരുന്ന ആദർശേട്ടനെ അറിയായിരുന്നില്ലേ, എന്തായാലും നമുക്കിനി വീട്ടിൽ പോവാം എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്, അമ്മ കാത്തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം അമ്മ കണ്ടു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ കുറച്ച് വൈകി ചെന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ആദർശ് നയനയോടാണെങ്കിലും. പിന്നീട് അവർ രണ്ടുപേരും കൂടെ നല്ല സന്തോഷത്തിലങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നന്ദു ആണെങ്കിൽ ഉറക്കം വരാതെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഡോറിന് ഇങ്ങനെ ആരോ തട്ടുന്നത് ഒച്ച കേട്ടിട്ട് ഒന്ന് ഡോർ തുറക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അനിയായിരിക്കും കേട്ടോ. അപ്പോൾ അനി എന്താ ഈ സമയത്ത് എവിടെയെന്ന് ചോദിക്കും, എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, നമുക്ക് കുറച്ച് സംസാരിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദു പറയും, നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് അത്ര ശരിയല്ല, അനി പോയിക്കോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ എന്തായാലും അനി പിന്നീട് ഇങ്ങനെ നന്ദുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, നന്ദുവിൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞപ്പോഴും ഞാൻ അനാമികേനെ ഇങ്ങനെ വിളിക്കാനും ഇതാക്കാനൊക്കെ തുടങ്ങിയതാണ്, പക്ഷേ അനാമികേനെ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ അനി മനസ്സ് തുറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കല്യാണത്തിനാണെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നന്ദു ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആദർശേട്ടനും മുത്തശ്ശനൊക്കെ അനിയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഓരോന്ന് പറയുന്നതും, ഇനിയിപ്പോൾ ഇങ്ങനെ എല്ലാം കല്യാണം കഴിഞ്ഞ ശേഷം ശരിയായിക്കോളും എന്നൊക്കെയാണ് കേട്ടോ നന്ദു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പം അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ആദർശേട്ടൻ പോലും ഈ കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഞാൻ എല്ലാവരോടും പറഞ്ഞു, പക്ഷേ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമാണ്. അപ്പം നന്ദു എന്തായാലും അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കല്യാണം അടുപ്പിച്ചില്ലേ, കല്യാണത്തിന് മുന്നേ അനി ഇതെല്ലാം എല്ലാവരോടും തുറന്നു പറയുന്നായിരുന്നു, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇനിയിപ്പോൾ എന്തായാലും കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും, എന്തായാലും ഇപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് ജാനകി അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് മറ്റുള്ളവരുടെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കാനേ പറ്റുള്ളൂ, ശരിക്കും പറഞ്ഞാൽ ഒരു മരിച്ച പോലെ ആയിരിക്കും അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ ജാനകി അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകിക്കാണെങ്കിലും ചെറിയൊരു സംശയമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ നന്ദു ആണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ അനിയനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് കേട്ടോ മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്തായാലും അത് കേൾക്കുമ്പോൾ ജാനകി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും നന്ദു അനിയനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ സമയത്ത് ഇവിടെ നിന്ന് അങ്ങനെ സംസാരിക്കുന്നത് ആരെങ്കിലുമൊക്കെ കണ്ടാൽ പ്രശ്നമാണ്, അനി പോയി കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ് അവിടെ നിന്ന് പോകുന്നത്. അനി പോകുന്ന സമയത്ത് നന്ദുവിനാണെങ്കിലും ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ. അനി ഇങ്ങനെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ പിന്നീട് ദേവയാനിയാണെങ്കിൽ ആദർശം അതിന് വരുന്ന ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ജയൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയനാണെങ്കിലും ഇങ്ങനെ ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, അവർ വന്നോളും, നീ പോയി കിടന്നോ എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ആദർശം ഇങ്ങനെ ദേവയാനിയോട് പറയാതെയാണല്ലോ പുറത്തു പോയത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അവൻ എന്നോടൊന്ന് പറയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് നമ്മളോട് എങ്ങനെയാ പറയുക, നമ്മൾ ഇങ്ങനെ അവർ പോകുന്നതിന് മുന്നേ ഇവിടുന്ന് പോയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനൊന്ന് വിളിച്ച് പറയാമായിരുന്നല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ജയനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നീ ഇവിടേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം നിനക്ക് എൻ്റെ കൂടെ എപ്പോൾ വേണമെങ്കിലും പുറത്ത് വരായിരുന്നല്ലോ, പിന്നെ അവൾക്ക് നയനയ്ക്ക് മാത്രം എന്തിനാ അതൊക്കെ നിഷേധിക്കുന്നത്? അച്ഛന് നമ്മളോട് 10 മണിക്ക് മുന്നേ വീട്ടിലെത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ അതുമില്ല, നമ്മൾ ഈ പ്രായത്തിലും ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നില്ലേ, പിന്നെ എന്തിനാ അവൾക്ക് മാത്രം ഇതെല്ലാം നിഷേധിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നയനയുടെ സ്വഭാവത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടാക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്, എന്നാൽ നമ്മുടെ മരുമകൾ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ കുറിച്ച് കുറേ കാര്യങ്ങൾ ദേവയാനിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ദേവയാനി അതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് അടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത്. പിന്നെ ആദർശിനെ നയനേനെയും കാണിക്കുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര സന്തോഷത്തിൽ ബൈക്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നന്ദു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും വീണ്ടും ആരോ ഡോറിന് തട്ടുന്ന സൗണ്ട് കേൾക്കും. നന്ദു ആണെങ്കിൽ ഇങ്ങനെ ആകെ പേടിച്ച് വന്നിട്ടാണ് കേട്ടോ വാതിൽ തുറക്കുന്നത്. അപ്പോൾ ജാനകി ആയിരിക്കും ആൻറ്റിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവരങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ അനിയൻ്റെ വിഷമം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടല്ലോ, എന്താണെന്ന് ഞാൻ ശരിക്കും കേട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളല്ലേ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെ തിരുത്തി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനാമികേനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ഇങ്ങനെ അനി പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദുവാണെങ്കിലും ജാനകീനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയും, അനാമിക നല്ലൊരു കുട്ടിയാണ്, പിന്നെ കുറച്ച് എടുത്തുചാട്ടം ഉണ്ട് എന്നേ ഉള്ളൂ, മനസ്സ് ശുദ്ധിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദുനോട് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ രാവിലെ അവനോട് നന്നായിട്ടൊന്ന് സംസാരിച്ചിട്ട് വേണമെങ്കിൽ മറ്റേ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കോ, എന്നിട്ട് അവനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ, എന്നിട്ട് നന്ദു എന്താ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു പറയും, ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നയനേച്ചിയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് അവനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു പറയും, എന്തായാലും ആ ഫ്രണ്ട്സൊക്കെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഒരുക്കാമെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നന്ദുവിനാണെങ്കിൽ ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ സോഫയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നയനി ആദർശം കൂടി കയറി വരുന്നത് കേട്ടോ. അപ്പോൾ നന്ദു അവിടെ ഉറങ്ങാതിരിക്കുന്നത് കാണുമ്പോൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എന്താ ഉറങ്ങാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉറക്കം വന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ആദർശം പറയും, വീട് മാറി കിടന്നതിൻ്റെ ആവും എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ശരിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടായിരുന്നു. പിന്നീട് നന്ദുവിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മുഖത്ത് ഇത്ര ഇങ്ങനെ ഒരു വിഷമം പോലെ ആകെ ഡെസ്പായിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന് പറയട്ടോ. പിന്നീട് എന്തായാലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ചേച്ചിനോട് തുറന്നു പറയും, അല്ലെങ്കിൽ ചേച്ചിനോടല്ലേ തുറന്നു പറയാറുള്ളത്, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഏട്ടനും കൂടെ ഉണ്ട് അത് പരിഹരിക്കാനെന്നൊക്കെ ആദർശ് പറയാണ് കേട്ടോ. പിന്നീട് നയനയോട് പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകട്ടോ. പിന്നീട് നയന നന്ദുവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പനി വന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ നന്ദു ഇങ്ങനെ നയനയോട് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിൽ നിന്നാൽ മതി, ചേച്ചിനോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസമേ വരുന്നുള്ളൂ എന്ന്, അപ്പോൾ ചേച്ചിയല്ലേ എന്നെ നിർബന്ധിച്ച് ഇപ്പം തന്നെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദു. അപ്പോൾ നയന പറയും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ നിന്നാൽ മതി, എന്തായാലും നന്ദുവിന് പറയാനുള്ളതല്ല അനിയനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തായാലും മറ്റുള്ളവർക്ക് സംശയമൊന്നും ഉണ്ടാവരുത് അനിയുടെ കല്യാണം കഴിയുന്നവരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകട്ടെ. അപ്പോൾ നന്ദു ആണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.